കിഫ്ബി റോഡുകളിലെ ടോൾ പിരിവിൽ ചർച്ച ചെയ്ത ശേഷം മാത്രം തീരുമാനമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പദ്ധതികൾ വേണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും പറഞ്ഞു. വരുമാനം ഉണ്ടാക്കാനുള്ള പദ്ധതികളാണ് വേണ്ടതെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകളിൽ ടോൾ പിരിവ് നടത്തുന്ന വിഷയത്തിൽ ചർച്ചകൾക്ക് ശേഷമേ തീരുമാനമുണ്ടാകുകയുള്ളൂ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അപ്പോൾ കിഫ്ബി കടം വാങ്ങി പദ്ധതി ആസൂത്രണം ചെയ്ത് മുമ്പോട്ടേക്കുന്നു വികസനത്തിന്. അതിൻ്റെ ഭാഗമായി എന്തൊക്കെയാണ് വേണ്ടി വരിക എന്നുള്ളത് അവരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതൊന്നും ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകളിൽ ടോൾ പിരിവ് നടത്തുന്ന വിഷയം LDF ചർച്ച ചെയ്തതാണെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. വിഷയം ക്യാബിനറ്റിൽ വരുമ്പോൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. LDFനകത്ത് ഈ കാര്യങ്ങളിൽ ആലോചന നടന്നിട്ടുണ്ട്. നേരത്തെ ഇതിനെ തന്നെ ആലോചിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിലുള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി വരികയാണ്. കിഫ്ബി വഴിയിൽ നിന്ന് എടുക്കുന്ന ഫണ്ട് അത് സൈറ്റിന്റെ കടബാധ്യതയിൽ ഉൾപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇതൊന്നും കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരുന്നു. നിങ്ങൾ ബഡ്ജറ്റ് വായിച്ചില്ലേ എന്താ കേരളത്തിലുള്ളത്? അപ്പൊ കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് വൻകിട പദ്ധതികളിൽ ഇതുപോലുള്ള വരുമാനത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ആ പ്രശ്നം LDFനകത്ത് തീരുമാനമെടുക്കും. അതേസമയം കിഫ്ബി ഒരു വെള്ളാനയാണെന്ന് നേരത്തെ താൻ പറഞ്ഞതാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ടോൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. വരുമാനമുണ്ടാക്കാനുള്ള പദ്ധതികൾ ഉണ്ടാകുകയാണ് വേണ്ടതെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്. IC ബാലകൃഷ്ണൻ MLAക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം. ബത്തേരി ബാങ്ക് നിയമന അഴിമതിയിലും NM വിജയന്റെ ആത്മഹത്യയിലും ആരോപണ വിധേയനായ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടന്നത്. താളൂർ ചിറയിലെ മീൻ വളർത്തൽ കേന്ദ്രത്തിലെ പരിപാടിക്കിടെയാണ് DYFI CPIM കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത്. Zindabad!